ഒരു ഹെൽത്തിൻ്റെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇതാ റെഡി ആയിട്ടോ. എല്ലാവരും വന്ന് നമ്മളെല്ലാവരും ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് തുടങ്ങാനായിട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും സീറ്റ് പിടിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും, പ്രോഗ്രാം എന്നല്ല, ഇന്നിപ്പോൾ ഒരു ക്ലാസ്സാണ് മെഡിക്കലിൻ്റെ, നമ്മൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ, എന്നാൽ ഞങ്ങൾക്കൊരു ഫോട്ടോ മസ്റ്റാണ് കേട്ടോ വീഡിയോസൊക്കെ. അപ്പോൾ നമ്മൾ അതങ്ങനെ എടുക്കും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്ക് അരമണിക്കൂർ സമയം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കും. അതേപോലെ തന്നെ ഓരോരുത്തരെയും സൈലന്റ് ആയിട്ട്. അപ്പം നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ ഒരു സാറാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുത്തു തന്നു. എന്താ വെച്ചാൽ ആരോഗ്യപരമായിട്ടും പിന്നെ വെച്ചാൽ വൃത്തി, നമ്മളെ പല കാര്യങ്ങളും, മഞ്ഞപ്പിത്തം അങ്ങനെയുള്ള രോഗങ്ങളെക്കുറിച്ചും നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, വീടിനുള്ളിൽ എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അറിയുന്നതാണെങ്കിൽ നമുക്ക് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ നമ്മളെല്ലാവരും അതൊക്കെ നല്ല ശ്രദ്ധയോടെ തന്നെ കേട്ടിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് നന്ദി പറഞ്ഞത് നമ്മൾ രതില ചേച്ചിയാണ് കേട്ടോ. നല്ല രീതിയിൽ എല്ലാവരും മനസ്സിലാക്കി തരുന്ന രീതിയിൽ ക്ലാസ് എടുക്കാനൊക്കെ പറ്റുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ രതില ചേച്ചി. അത് കഴിഞ്ഞ് നമുക്കൊരു പ്രതിജ്ഞ കേട്ടോ ചൊല്ലിത്തന്നത്. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എൻ്റെ വീടും പരിസരവും നാടും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളാതിരിക്കുമെന്നും മറ്റുള്ളവരെയും അതിന് പ്രേരിപ്പിക്കുമെന്നും പ്ലാസ്റ്റിക് ഉപേക്ഷിച്ച് പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ മാത്രം ഉപയോഗിക്കുമെന്നും വൃക്ഷത്തൈകൾ നട്ടുവളർത്തി പ്രകൃതിയെ സംരക്ഷിക്കുമെന്നും എന്റെ പ്രവൃത്തികളിലൂടെ സമൂഹത്തിൽ. പിന്നെ നമുക്ക് ക്ലാസ് എടുത്തു തന്നത് ഒരു സിസ്റ്ററാണ്. നമ്മൾ സ്ത്രീകളുടെ രോഗങ്ങളെക്കുറിച്ചും ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടോ. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ അതൊക്കെ ചെക്ക് ചെയ്യണം, നമുക്ക് സ്വയം എങ്ങനെ ചെക്ക് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവർ ക്ലാസ് എടുത്ത് തന്നു കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഈ സൂചനകളൊക്കെ കിട്ടിയാൽ അത് എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ക്ലാസ് എടുത്ത് തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ JSS എല്ലാ സ്റ്റുഡൻസിൻ്റെയും പ്രഷർ, ഷുഗർ, തൂക്കം നോക്കുക, പിന്നെ HP അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇടയ്ക്കൊന്നും ചെക്ക് ചെയ്യാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി എന്താ നിൽക്കണേന്ന് ഞങ്ങൾ പറഞ്ഞാൽ, അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സിനെ കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മല്ലികത്തോട്ടം അമ്പലപ്പടിക്കൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറച്ച് പേര് നടന്നു വരുന്നത്, നമ്മളിവിടെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. നിങ്ങൾ നമ്മളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണല്ലേ. എല്ലാവരും ഇങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമ്മുടെ ജീവിത ചേച്ചി, നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്ത് നമ്മൾ ഇരിക്കാൻ നടന്നു പോകാമെന്ന് പറഞ്ഞിട്ട്, അതല്ലേ രസം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണേ. അപ്പോൾ ഇതാ എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എൻ്റെ പിറകുണ്ട് കേട്ടോ. പണ്ടൊക്കെ കണ്ടിരുന്നത് പോണ വഴിക്കുള്ള കാഴ്ചയാണ് കേട്ടോ. ഒക്കെ ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട സ്ഥലമാണ്. എന്താ പറയുക, സ്ഥലം ഒരുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാറൊക്കെ കണ്ടു. നാറൊക്കെ ഇപ്പോൾ കാണാനേ പറ്റാത്തൊരു കാഴ്ചയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല, കുട്ടികൾക്കൊന്നും നമുക്ക് ഇപ്പം അറിയില്ല ഈ നാറെന്താ നെല്ല് ഏതാണെന്നൊന്നും അറിയാത്തതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പോലും കുട്ടികളൊന്നും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനതൊക്കെ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. പാട്ടുപാടി വരുമോ. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ നിന്നപ്പോൾ അവർ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനവരെ പിന്നാലെ ഓടുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒക്കെ എഴുതുണ്ടാവില്ലേ എന്തിപ്പോൾ മല്ലിക ഇത്ര കാണാനെന്നൊക്കെ. പക്ഷേ കാണുന്നതിലല്ല കേട്ടോ, എല്ലാവരും കൂടെ ഒന്നിച്ച് പോകുമ്പോൾ അതൊരു വേറൊരു രസമല്ലേ. അപ്പം അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പോകുന്നത് കേട്ടോ. അല്ലേ, അംബേദ്കർ കോളേജിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇതാ പൂക്കൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ. പൂക്കളല്ല, പൂക്കൾ കേട്ടോ. അടിപൊളിയാണ് കാണാൻ. എല്ലാവരും ഇങ്ങോട്ട് വരിക. അപ്പോൾ കണ്ടു നോക്കുക. എന്തായാലും ഞാൻ വീഡിയോസൊക്കെ അടിപൊളിയാട്ടോ, എന്തോ ഒരു ഭംഗിയാട്ടോ. മുട്ടിട്ടും തന്നെ ഒക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ ആൾക്കാർക്ക് 20, കുട്ടികൾക്ക് 10. അപ്പോൾ ഞങ്ങൾ ഒരു 5-8 പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പൈസയൊക്കെ എടുത്ത് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമ്മൾ മല്ലികത്തോട്ടത്തിലേക്ക് പോവുക കേട്ടോ. മല്ലികപ്പൂവേ പാത്തായ. നല്ല വെയിലാട്ടോ, തീരെ നമുക്ക് കാണാൻ പറ്റാത്ത അത്ര വെയിലാണ്. എന്തായാലും ഞങ്ങളൊന്ന് ജസ്റ്റ് വന്നു, പിന്നെ നോക്കട്ടെ കേട്ടോ വീഡിയോസൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുമോന്ന്. അപ്പോൾ ഇതാ നമ്മുടെ മല്ലികത്തോട്ടിൽ എന്തൊരു ഭംഗിയല്ലേ കാണാൻ. അടിപൊളിയാണ് കേട്ടോ. എല്ലാം പല കളറിലല്ല, മഞ്ഞയും ഓറഞ്ചും ഇട കലർന്നതാണ്. അപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളെല്ലാവരും കൂടെ ഈ വെയിലത്തൊന്ന് വെയിൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. നല്ല ഭംഗി, ഇതൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാൻ. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
കണ്ടില്ലേ മഞ്ഞ, നമ്മൾ നേരത്തെ ഓറഞ്ചിൻ്റെ അടുത്തതാ മഞ്ഞ് നല്ല ഭംഗിയായിട്ട് എന്ത് പറയേണ്ടതല്ല, അത്രയും നല്ല മനോഹരമായ കാഴ്ചയാണ്. എല്ലാരും വന്ന് കാണാൻ അടിപൊളിയാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നിട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്താ പറയേണ്ടതെന്ന് അറിയാത്ത കാഴ്ചയാണല്ലേ മല്ലിയപ്പൂവിൻ്റെ ഒരു ഭംഗിയില്ലേ, എത്ര കണ്ടാലും മതിയല്ല നമുക്ക് പൂക്കൾ അല്ലേ. വീഡിയോസ് ഒക്കെ ഇങ്ങനെ എടുക്കാൻ കേട്ടോ, ഫോട്ടോസ് ഒക്കെ എടുക്കണം എല്ലാവരും കൂടെ. അപ്പം നമ്മൾ അടിച്ച് പൊളിച്ച് ഒരു യാത്ര പോലെയാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. വണ്ടൂർ സഹകരണ ബാങ്കിൻ്റെ ഒരു കീഴിലാത്ര ഈ പൂത്തോട്ടോ. അപ്പോൾ എല്ലാവരും കാണുക, കാഴ്ചകളൊക്കെ വന്ന് കാണുക. ഈ പ്ലേസ് ഭയങ്കര രസാട്ടോ, എല്ലാരും വന്ന് എൻജോയ് ചെയ്ത് പോവാ, അടിപൊളിയാ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് നമ്മളെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതെ. അപ്പോൾ ഇത് ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ ഈ പൂക്കളെ, കുറച്ച് സ്ഥലം നല്ല എന്തായാലും ഒരു ഏക്കറയിലൊക്കെ ഇത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ഒരു ഏക്കറയൊക്കെ ഉണ്ടാവും തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് മല്ലികപ്പൂ കാണുന്നത്. എന്തായാലും ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. ഇത് കാണേണ്ട ഒരു കാഴ്ചയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എടുത്തുള്ളവർ തന്നെ വരെ വന്ന് ഒന്ന് എന്താ പറയുക, എത്ര രൂപ ടിക്കറ്റിന്? 20 രൂപ കേട്ടോ ടിക്കറ്റിന്. അപ്പോൾ കുട്ടികൾക്ക് 10. അതിപ്പോൾ ഈ വൈകുന്നേരം സമയത്തൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ വെയിലൊക്കെ ആറിയിട്ട് വന്നാൽ അടിപൊളിയാണ്. ഞങ്ങൾ ഈ വെയിലത്താണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തണലത്തൊരു മൂച്ചിൻ്റെ ചോട്ടിൽ ഇങ്ങനെ മൂച്ചി കയറാറല്ലേ, അപ്പോൾ അതിനും ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ 1.5 മണിക്കാട്ടോ നമ്മൾ അവിടുന്ന് ക്ലാസ്സിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ചെറിയ കുട്ടികളെ കൊണ്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു കുട്ടികളെ കൊണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു കാര്യമില്ലേ, പൂക്കൾ കാണാൻ വേണ്ടി അത്ര റിസ്ക് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും വന്നിട്ട് കണ്ടാൽ എന്താ പറയുക, മനസ്സിനും ഒരു എന്താ പറയുക കണ്ണിനൊക്കെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വന്ന് എൻജോയ് ചെയ്യാം. വീഡിയോസൊക്കെ എടുത്തിട്ട് ആകെ അങ്ങ് ക്ഷീണിച്ചിട്ട് വെയിലുണ്ട്, അത്രയും വെയിലാണ് ഇവിടെ. അപ്പോൾ ഈ സമയത്തൊക്കെ വെയിൽ ആറിയിട്ട് വരിക നല്ലത് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും ഒന്നും കൂടെ പറയട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കയറിയിട്ട് ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ടാറ്റാ ബൈ ബൈ, സീ യു.